പാലക്കാട് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സിറാജുന്നീസ എന്ന 11കാരി വർഷമിത്ര കഴിഞ്ഞിട്ടും 1991 ഡിസംബർ 19, 20 തീയതികളിലായിരുന്നു പാലക്കാട് വെടിവെപ്പ്. വർഷമിത്ര കഴിഞ്ഞിട്ടും സിറാജ മരിക്കുന്നില്ല. വിവാദങ്ങളിലൂടെ സിറാജ ജീവിക്കുകയാണ്. ആ സംഭവത്തിൽ നിർണായകമായി മാറിയത് പുതുപ്പള്ളി തെരുവിലെ സിറാജയുടെ വീട്ടിന് മുന്നിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റാണ്. സിമൻ്റ് പോസ്റ്റ്. ആ പോസ്റ്റിൽ വെടിയുണ്ട തട്ടി ചീളുകളായി തെറിച്ച് അതിലൊരു ചീള് തലയിൽ കൊണ്ടാണ് സിറാജ കൊല്ലപ്പെട്ടതെന്നായിരുന്നു ജസ്റ്റിസ് യോഹന്നാൻ കമ്മീഷൻ കണ്ടെത്തിയത്. ആ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചെങ്കിലും അത് ഇന്നുവരെ വർഷമിത്ര കഴിഞ്ഞിട്ടും പുറം ലോകം കണ്ടില്ല. അത് പുറം ലോകം കാണാതെ പോയതിനിടയാക്കിയത് കേരളകൗമുദിയിലെ റിപ്പോർട്ടാണ്. കേരളകൗമുദിയിൽ ആ റിപ്പോർട്ട് ഇപ്പോഴും ജേർണലിസം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒന്നാണ്. അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ഇപ്പോഴും സിറാജുന്നീസയുടെ മരണവും ആ വെടിവെപ്പും ജസ്റ്റിസ് യോഹന്നാൻ കമ്മീഷന്റെ കണ്ടെത്തലും പഠിപ്പിക്കാറുണ്ട്. എന്തായിരുന്നു ആ വാർത്ത? പുതുപ്പള്ളി തെരുവിൽ സിറാജ വെടിയേറ്റ് വീണ് നിയമസഭയിൽ യോഹന്നാൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ കേരളകൗമുദിയുടെ വാർത്തയും പുറത്തു വന്നു. എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ വെടിവെപ്പ് നടന്ന ദിവസം ആ സംഭവ സ്ഥലം മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനോടൊപ്പമാണ് ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ എത്തിയത്. ആ സമയത്ത് സിറാജയുടെ വീട്ടിന് മുന്നിൽ അങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ റിപ്പോർട്ട് അങ്ങനെയാണ് എന്ന് എന്നെ വിളിച്ചറിയിക്കുന്നത് മുൻ മന്ത്രി കെ ഇ ഇസ്മായിലാണ്. അന്ന് അദ്ദേഹം പ്രതിപക്ഷ MLA ആണ്. അപ്പോൾ അദ്ദേഹം വിളിച്ച് ഇതാണ് കണ്ടെത്തൽ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന MN ബാലഗോപാൽ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ പോസ്റ്റ് അവിടെ എന്ന് സ്ഥാപിച്ചു എന്ന് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലെല്ലാം അത് നിർമ്മിച്ച തീയതി കൊത്തിവെച്ചിട്ടുണ്ടാവും, നമുക്കതുവരെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം എൻ്റെ മോട്ടോർ ബൈക്കിൽ ഞങ്ങൾ പുതുപ്പള്ളി തെരുവിൽ സിറാജയുടെ വീട്ടിന് മുന്നിൽ പോയി അത് പരിശോധിച്ചപ്പോൾ വെടിവെപ്പ് നടന്ന് 2 മാസത്തിന് ശേഷമാണ് ആ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര അസത്യമാണ് യോഹന്നാൻ കമ്മീഷൻ എഴുതി വെച്ചത്. കാരണം ഇല്ലാതിരുന്ന ഒരു പോസ്റ്റിൽ തട്ടി വെടിയുണ്ട ചീളുകളായി തെറിച്ച് ആണത്രേ സിറാജ് മരിച്ചത്. അതോടുകൂടി പൂഴ്ത്തിവെക്കപ്പെട്ട യോഹന്നാൻ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നുവരെ പുറം ലോകം കണ്ടിട്ടില്ല. അപ്പൊ തുടക്കം മുതൽ ഈ വെടിവെപ്പ് വിവാദങ്ങളായിരുന്നു. അതായത് ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് മുമ്പ് ഡോക്ടർ മുരളി മനോഹർ ജോഷി നയിച്ച രഥയാത്ര, അതിൻ്റെ പ്രചരണ യാത്ര ബിഗ് ബസാറിലൂടെ കടന്നു പോകുമ്പോൾ ആരോ ഒരു കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിൻ്റെ പേരിൽ പാലക്കാട് വലിയങ്ങാടിയിലെ മേപ്പറമ്പും മേലാമുറിയും ഈ 2 പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളും BJPക്കാരും തമ്മിൽ തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിൻ്റെ ഫലമായി അത്യാവശ്യം തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അന്ന് പാലക്കാട് SP മൊയ്തൂട്ടി എന്ന IPSകാരനായിരുന്നു. അപ്പോൾ ഈ കല്ലേറിൻ്റെ പേരിൽ ഉണ്ടായ കലാപങ്ങളാണ് പിന്നീട് വലിയ വർഗീയ സംഘർഷമായി വളർന്നതും പോലീസിന് വെടിവെക്കേണ്ടി വന്നത്. വെടിവെക്കാനുണ്ടായ കാരണം അതീവ വിചിത്രമാണ്. അന്ന് നമ്മുടെ DGP ആയി റിട്ടയർ ചെയ്ത B സന്ധ്യ അവരുടെ ആദ്യത്തെ പോസ്റ്റിംഗ് ഷൊർണൂർ ASP ആയിട്ടായിരുന്നു. അന്ന് പാലക്കാട് DYSP ആയിരുന്ന ചന്ദ്രൻ അവധിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വിവാഹമായിരുന്നു. അദ്ദേഹം അവധിയിൽ പോയതുകൊണ്ട് ASP സന്ധ്യയ്ക്കായിരുന്നു പാലക്കാട്ടത്തെ ഡ്യൂട്ടി. അപ്പോൾ ഈ കലാപം കൂടി ഉണ്ടായപ്പോൾ സന്ധ്യയുടെ നേതൃത്വത്തിൽ
പോലീസ് എല്ലായിടത്തും സജീവമായി രംഗത്തിറങ്ങി. അപ്പോൾ പുതുപ്പള്ളി തെരുവിലൂടെ സന്ധ്യയുടെ ജീപ്പ് കടന്നു വരുമ്പോൾ അവിടെ കല്ലുകൾ വെച്ച് വഴി തടഞ്ഞിരുന്നു. അപ്പോൾ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങിയ സന്ധ്യ അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഏറ്റവും പ്രായം ചെന്ന ഒരു മുസ്ലിം കാരണവരോട് എടോ ഈ കല്ലെടുത്ത് മാറ്റൂ എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആദരിക്കുന്ന ഒരു മുതിർന്ന ആളിനോട് എടോ എന്ന് സംബോധന ചെയ്ത് വിളിച്ച് കല്ലെടുക്കടോ എടുത്തു മാറ്റടോ എന്ന് പറഞ്ഞത് ചെറുപ്പക്കാരെ പ്രകോപിപ്പിച്ചു. അവർ അത് പറ്റില്ല എന്ന് പറഞ്ഞ് ASPയുടെ ജീപ്പ് തടഞ്ഞു. ഈ സന്ദർഭത്തിൽ പാലക്കാട് കളക്ട്രേറ്റിനകത്ത് അന്നത്തെ മന്ത്രി TM ജേക്കബിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം നടക്കുകയായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ ഇന്നത്തെ മന്ത്രി K കൃഷ്ണൻകുട്ടി, മുൻ മന്ത്രി KE ഇസ്മായിൽ, മുൻ മന്ത്രിയായ VC കബീർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ എനിക്ക് ഈ വിവരങ്ങൾ കിട്ടാൻ ഇടയായത് MN ബാലഗോപാൽ എന്ന് പറയുന്ന അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എൻ്റെ ഭാര്യാപിതാവ് കൂടിയാണ്. പിന്നീട് അദ്ദേഹം എൻ്റെ ഭാര്യാപിതാവുമായി, അദ്ദേഹവും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്ന് ജില്ലാ കളക്ടർമാർക്ക് വയർലെസ് കൊടുത്തിരുന്നു. അപ്പോൾ വെടിവെപ്പ് നടന്നു എന്നുള്ള വാർത്ത അറിഞ്ഞുടൻ അന്നത്തെ കളക്ടർ ശ്രീനിവാസനോട് മന്ത്രി TM ജേക്കബ് പറഞ്ഞു വയർലെസ് ഓൺ ചെയ്യാൻ പറഞ്ഞു. വയർലെസ് ഓൺ ചെയ്തപ്പോൾ വയർലെസ്സിലൂടെ കേൾക്കുന്നത് സൗത്ത് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്തിരുന്ന DIG ശ്രീവാസ്തവയുടെയും സന്ധ്യയുടെയും സംഭാഷണമാണ്. അപ്പോൾ DIG ശ്രീവാസ്തവ സന്ധ്യയോട് ചോദിക്കുന്നു ഹൗ ഈസ് ദി സിറ്റുവേഷൻ. അപ്പോൾ സന്ധ്യ മറുപടി പറയുന്നു സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ സാർ. അപ്പോൾ മറുപടിയായി DIG പറയുന്നത്, ശ്രീവാസ്തവ പറയുന്നത് സ്റ്റാർട്ട് ഫയർ. അപ്പോൾ വൈ സാർ സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ എന്ന് വീണ്ടും സന്ധ്യ പറയുകയാണ്. ഐ വാണ്ട് മുസ്ലിം ഡെഡ് ബോഡീസ്, ഒബേ മൈ ഓർഡേഴ്സ്. ഇതായിരുന്നു ശ്രീവാസ്തവയുടെ ഗർജനം. എന്നിട്ടും സന്ധ്യ വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തില്ല. ഈ സമയത്താണ് ചന്ദ്രൻ DYSP ഡ്യൂട്ടിക്ക് പെട്ടെന്ന് എത്തുകയും അദ്ദേഹം സംഭവ സ്ഥലത്ത് എത്തി. ഇതേ വയർലെസ് സന്ദേശം അദ്ദേഹത്തിനും ലഭിച്ചു. ഉടൻ തന്നെ വെടിവെച്ചു. അപ്പോൾ വെള്ളറ കൃഷ്ണൻ എന്ന് പറയുന്ന 2 പോലീസുകാരാണ് വെടിവെച്ചത്. ആ വെടിവെപ്പിലാണ് തൊണ്ടിക്കുളം LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഈ കുട്ടി, 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിച്ചിരുന്ന സിറാജ സ്കൂൾ വിട്ട് വന്ന് മുറ്റത്ത് കളിക്കുകയായിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ തലയ്ക്കാണ് വെടിയേറ്റ്. അതിനുശേഷം അവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SP ആയി റിട്ടയർ ചെയ്ത MK പുഷ്കരൻ, അന്ന് SI ആയിരുന്നു. MK പുഷ്കരനെ കൊണ്ടാണ് ഈ സന്ധ്യയും ചന്ദ്രനും ചേർന്ന് FIR ഇടിയിപ്പിച്ചത്. അപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കെ താഴേക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് FIR ഇട്ടത് തന്നെ തെറ്റാണ്, ഇടിയിപ്പിച്ചത് തന്നെ തെറ്റാണ്. അപ്പോൾ ആ FIRലെ ആരോപണങ്ങൾ വളരെ രൂക്ഷമായിരുന്നു. അതായത് പരിസരത്തുള്ള നൂറണി ഗ്രാമത്തിലേക്ക് 300ഓളം വരുന്ന ജനക്കൂട്ടം ആയുധങ്ങളുമായി പോവുകയായിരുന്നുവെന്നും 11 വയസ്സുള്ള സിറാജ ആ 300 പേർക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നുമാണ്. ആ ജനക്കൂട്ടത്തിനെ പിരിച്ചുവിട്ടില്ലെങ്കിൽ വലിയ വർഗീയ കലാപമായി മാറും, അതുകൊണ്ടാണ് വെടിവെച്ചതെന്നാണ് FIR. ഈ FIR മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. ഇത് വലിയ വിവാദമായി. കൊളക്കാടൻ മൂസ ഹാജി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസിന് പോയി. അങ്ങനെ പ്രതിസ്ഥാനത്ത് DGP അടക്കം, അന്നത്തെ DGP അടക്കം, ഈ DIG അടക്കം എല്ലാവരും പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയമായി. അപ്പോൾ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഈ വെടിവെപ്പ് കേസിൽ ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടില്ല. ഈ വെടിവെച്ച പോലീസുകാരടക്കം ആരും ശിക്ഷിക്കപ്പെട്ടില്ല. യോഹന്നാൻ കമ്മീഷൻ പോലീസിൻ്റെ എല്ലാ നടപടികളെയും വെള്ളപൂശുകയും ചെയ്തു. അപ്പോൾ ഇടതുമുന്നണിയും അതുപോലെ തന്നെ പിന്നീട് മാറി വന്ന, അതായത് കരുണാകരൻ സർക്കാരിൻ്റെ കാലത്താണ് വെടിവെപ്പ്. കരുണാകരൻ സർക്കാർ മാറി EK നയനാർ ഭരണം വന്നിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല. ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ പ്രചരണ വിഷയമായിരുന്നു പാലക്കാട് വെടിവെപ്പ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടത് ഈ രമൺ ശ്രീവാസ്തവയാണ്
എന്നുകൂടി അറിയുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയ പോലീസ് തേറുവാഴ്ച, ആ തേറുവാഴ്ചയിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. ശിക്ഷിക്കപ്പെടേണ്ട ഈ DIG അന്ന് SP-യെ മാറ്റി നിർത്തി ക്രൈസിസ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് വർഗീയമായ ഉത്തരവ് കൊടുത്ത് ഒരു കുട്ടിയുടെ ജീവിതം അപകടപ്പെടുത്തിയ അദ്ദേഹം പിന്നീട് DGP ആയി. റിട്ടയർമെൻറ്റിന് ശേഷം അയാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി. ഇതാണ് നമ്മുടെ സംവിധാനങ്ങൾ.